ഇനി അങ്ങോട്ട് ഒരു മുഅ്മിൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം അല്ലാഹു പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കും, ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ടൊരു മഹത്തായ ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ പ്രധാനപ്പെട്ട കർമ്മം അത് നിർവഹിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്തേ കാരണം? പലരും നമസ്കരിക്കുന്നത് ജനങ്ങളെ കാണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും നമസ്കരിക്കുന്നത് അശ്രദ്ധയിലാണ്. കച്ചവടത്തെ കുറിച്ചുള്ള, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഹൃദയം മുഴുവൻ. ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചത് ഹുമുല്ലദീന തഖ്ശൗ ഖുലൂബുഹും ഫീ സ്വലാത്തിഹിം വതസ്കുനു ജവാരിഹുഹും വയുഖ്ബിലൂന അലാ റബ്ബിഹിം ബിഹുദൂരിൽ ഖൽബി വതഅദീമിഹി വസ്തിശ്ആരിൽ വുഖൂഫി ബൈന യദൈഹി. അല്ലാഹുവിന്റെ മുമ്പിൽ ആണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി, ആ ആദരവോടുകൂടി, രാജാക്കന്മാരുടെ രാജാവായ മാലിക്കുൽ മുലൂക്കായ എന്നെ പടച്ച, ഈ പ്രപഞ്ചത്തെ പടച്ച എന്റെ റബ്ബിന്റെ മുമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്ന ആ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ തഅദീം, ആദരവോടുകൂടി നിശ്ചലമായി അവന്റെ കൈകൾ അനങ്ങുന്നില്ല, അവന്റെ കാലുകൾ അനങ്ങുന്നില്ല, അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും ഇറങ്ങുന്നില്ല. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വളരെയധികം ഖുശൂഅോടുകൂടി എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി ഒരു മുഅ്മിൻ നമസ്കരിക്കുമെന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരം അങ്ങനെയാണോ? ആലോചിക്കുക. നമ്മുടെ നമസ്കാരം എങ്ങനെയാണോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ആ വിജയം നമുക്ക് വേണ്ടേ? നാളെയുടെ പരലോകത്ത് വിജയിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണ്ടേ? ഒന്നാമത്തെ അടയാളം ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തെ അടയാളം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നീ നമസ്കരിക്കുമ്പോൾ നിന്റെ റബ്ബുമായിട്ട് നീ സംസാരിക്കുകയാണ്, നീ നിന്റെ റബ്ബുമായിട്ട് സംസാരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോഴും അല്ലാഹു തിരിച്ചു പറയും, എന്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരു അടിമ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹ് ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, അല്ലാഹ് നിന്നെ കൂടാതെ ഒരാളെയും ഞാൻ ആരാധിക്കൂല, അല്ലാഹ് നിന്നോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാഹ് നിന്നെ കൂടാതെ ഒരാളോടും വഇയ്യാക നസ്തഈൻ, നിന്നോട് ചോദിക്കേണ്ടത് പടച്ചോനെ നിന്നോട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ, നിന്നോട് ചോദിക്കേണ്ടത് മറ്റുള്ളവരോട് ഞാൻ ചോദിക്കുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയും, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ്. വലി അബ്ദി മാ സഅൽ, ഈ കരാറ് എന്റെ അടിമ പാലിക്കുകയാണ് എങ്കിൽ, ആ അടിമ പറഞ്ഞല്ലോ നിന്നെ കൂടാതെ ഒരാളെയും ഞാൻ ആരാധിക്കൂലെന്ന്, എന്ത് നന്മ ചെയ്യുകയാണ് എങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് എന്റെ അടിമ പറഞ്ഞല്ലോ. എന്ത് നന്മ ചെയ്യുകയാണ് എങ്കിലും മറ്റുള്ള മനുഷ്യന്മാരോ മറ്റുള്ളവരോ ഒന്നും അവന്റെ ഹൃദയത്തിലേക്ക് വരൂല, റബ്ബിന് വേണ്ടിയേ ചെയ്യൂ എന്നവൻ പറഞ്ഞല്ലോ. ആ കരാർ അവൻ പാലിക്കുകയാണ് എങ്കിൽ അവൻ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്ത്. നമ്മൾ ഓതുമ്പോ, നമ്മൾ സംസാരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നു. റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് നമസ്കാരം, റബ്ബിനോടുള്ള തേട്ടമാണ് നമസ്കാരം. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ് പറഞ്ഞത്, വതറകുൽ ഇൽതിഫാതി ഇലാ ഗൈരിഹാ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, നീ നമസ്കരിക്കുമ്പോൾ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പലരും ക്ലോക്കിലേക്ക് നോക്കുന്നു, ചില ആളുകൾ AC വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കുന്നു, മറ്റുള്ളവർ കലണ്ടറിലേക്ക് നോക്കുന്നു, മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോ കടയിലോ വീട്ടിലോ മറ്റുള്ളവരത്തൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ റോട്ടിലൂടെ കാരൊക്കെ പോണ്ട് എന്നതൊക്കെ നോക്കുന്നു. നമ്മള് അശ്രദ്ധരാണ്.
നമ്മൾ അശ്രദ്ധരാണ്. അത്തരം അശ്രദ്ധയിൽ നമസ്കരിക്കുന്നവർക്ക് മുഴുവൻ നാശമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. ഒന്നിലേക്ക് നോക്കരുത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോട്ടം ഇല്ല, എങ്ങോട്ടും അവൻ നോക്കുകയില്ല. അവന്റെ നെറ്റി തടം വെക്കുന്ന സുജൂദിന്റെ ഭാഗത്തേക്ക് മാത്രമായിരിക്കും അവർ നോക്കുക. അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, വതദബ്ബുറുൽ ഖുർആനി വൽ അദ്കാർ. ഇതാ നമ്മൾ പറയുന്നത്, ഖുർആന്റെ അർത്ഥമൊക്കെ കുറച്ചൊക്കെ പഠിക്കണം, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കണം, അതുപോലെ തന്നെ ഇഖ്ലാസിന്റെ അർത്ഥം പഠിക്കണം, ഫലക്കിന്റെ അർത്ഥം പഠിക്കണം, നാസിന്റെ അതുപോലെ ചെറിയ ചെറിയ ചുരുങ്ങിയത് സൂറത്ത് സൽസല വരെയെങ്കിലും എന്ത് ചെയ്യണം, അതിന്റെ അർത്ഥവും ആശയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്ങനെ? ഖുർആൻ പഠിക്കാൻ പാടില്ലല്ലോ. ഖുർആൻ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ ഇതാ ഖുർആനിനെ ക്ലാസ്സിലാക്കി, ഖുർആൻ ബോർഡിൽ എഴുതിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോ പൗരോഹിത്യം പറഞ്ഞു, ഇതാ ഖുർആൻ പഠന ക്ലാസ് അത് ഹറാമാണ്. കാരണം ചോക്ക് കൊണ്ട് എഴുതുമ്പോ ആ ചോക്ക് പടി എങ്ങാനും നിലത്ത് വീട് ചോട്ടിയാൽ അത് ഖുർആനിനോടുള്ള അനാദരവാണ് എന്ന് പറഞ്ഞിട്ട് സകല ഖുർആൻ ക്ലാസുകളെയും എതിർത്ത് ജനങ്ങളെ ചെയ്തു. ജനങ്ങളെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന സമൂഹമാ നമ്മുടെ ചുറ്റുപാടിലുള്ളത്. നമ്മൾക്ക് ഖുർആൻ അറിയില്ല, നമ്മൾ ഖുർആൻ പഠിച്ചിട്ടില്ല, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും നമുക്കറിയില്ല. ഉലമാക്കൾ വിശദീകരിച്ചത് വതദബ്ബുറുൽ ഖുർആനി വൽ അദ്കാർ. നീയോടാണെങ്കിലും ഇമാമോടാണെങ്കിലും ആയത്തുകളെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് അതുപോലെ തന്നെ ആലോചിച്ച് തദബ്ബുർ നടത്തിയിട്ടായിരിക്കണം നീ നമസ്കരിക്കേണ്ടത്. അതാണ് നമസ്കാരത്തിന്റെ സത്ത എന്ന് ഉലമാക്കൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഫഗദ്ദു ബിദാലിക അബ്സാറഹും. നീ നമസ്കരിക്കുമ്പോൾ നിന്റെ കണ്ണുകളെ താഴ്ത്തണം, നിന്റെ കണ്ണുകളെ താഴ്ത്തണം. ആകാശത്തേക്കല്ല നോക്കേണ്ടത്, നേരെയല്ല നോക്കേണ്ടത്, മറ്റുള്ള സ്ഥലങ്ങളിലേക്കല്ല നോക്കേണ്ടത്. നീ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ കണ്ണുകളെ നിന്റെ നെറ്റിത്തടം വെക്കുന്ന ഭാഗത്തേക്ക് മാത്രം നീ നോക്കിയിട്ട് അനങ്ങാതെ നിശ്ചലമായിട്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാതി ഫി സ്വലാത്ത്. നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖാല നീ നിസ്കരിക്കുമ്പോ അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ ആ സമയത്ത് നിനക്ക് നമസ്കാരത്തിന്റെ പുണ്യം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, ആ സമയത്ത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ലേ, ആ സമയത്ത് നിന്നെ പിശാച് റാഞ്ചിക്കൊണ്ടുപോയി, നീ നമസ്കാരത്തിലില്ല. ആ സമയത്ത് നിന്റെ നമസ്കാരത്തിന്റെ പുണ്യം നിനക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ കാന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇദാ ഹദറത്തിസ് സ്വലാ തഗയ്യറു ലൗനു. അദ്ദേഹം നമസ്കാരത്തിന്റെ സമയമായപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ നിറമെല്ലാം മാറുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖം വർത്താന വിറക്കുകയാണ്. ഫഖീല ലഹു മാലക്, എന്താണ് നിനക്ക് സംഭവിച്ചത്? നിന്റെ നിറക്കാകെ മാറിയല്ലോ, നിന്റെ മുഖമൊക്കെ വറക്കാൻ തുടങ്ങിയല്ലോ. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖാല ജാ വഖ്തുൽ അമാനത്തി അല്ലതി അറളഹ അല്ലാഹു അല അസ്സമാവാതി വൽ അർള് ഫഅശ്ഫഖന മിൻഹാ വഅമലതു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച അമാനത്തുണ്ടല്ലോ, ആ അമാനത്ത്, ആ ബാധ്യത സ്വീകരിക്കുന്ന വിഷയത്തിൽ ആകാശവും ഭൂമിയും പോലും വിറച്ചുപോയി. ആ അമാനത്തിന്റെ സമയം എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്, നമസ്കാരത്തിന്റെ സമയം എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അല്ലെ, ആ സമയം എന്റെ മുമ്പിൽ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾ എന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാളെയുടെ വിജയം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ വിചാരിച്ച് നടന്നാ പോരാ, അത് വെറുതെ പറഞ്ഞു നടന്നാ പോരാ. അതിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോ, ഇന്നിപ്പോ നമ്മൾ ജുമാ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഇത് എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധത്തോടു കൂടി നമ്മൾ നിസ്കരിക്കാൻ നിൽക്കാം. നമുക്ക് എന്താ ഉറപ്പുള്ളത്? ഈ ജുമാ കഴിഞ്ഞാൽ ഞാനുണ്ടാകും, നിങ്ങളുണ്ടാകും എന്ന് പറയാൻ എന്തുറപ്പാണുള്ളത്? നമ്മളുടെ പലരും ഈ കഴിഞ്ഞ ആഴ്ച പള്ളിയിലേക്ക് വന്ന പലരും ഈ ആഴ്ച ഉണ്ടാവില്ല. പലരും രോഗികളാണ്, കിടക്കപ്പായിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. നമ്മുടെ ഒരുപാട് ഉമ്മമാര്, നമ്മുടെ ഒരുപാട് ഉപ്പമാര്, വെള്ളിമ്മമാര്, നമ്മളെ സ്നേഹിച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളും പോകും,
എല്ലാവരും പോകും. അത് എപ്പോഴാ സംഭവിക്കാന്നറിയില്ല, എവിടെ വെച്ചാ സംഭവിക്കാന്നറിയില്ല. അതിന് ചെറുപ്പം വലുപ്പം കാര്യമൊന്നുമില്ല. അള്ളാഹു തീരുമാനിച്ച സമയമെത്തിയാൽ പോകേണ്ടവരാ നമ്മളെല്ലാം. അതുകൊണ്ട് എപ്പോ നിസ്കരിക്കാൻ നിന്നാലും എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ആ ചിന്തയോടെ, ഇനി അസർ നിസ്കരിക്കാൻ ഞാനുണ്ടാവൂല എന്ന ചിന്തയോടെ, അടുത്തൊരു വക്തിന് ഞാനുണ്ടാവുകയില്ല എന്ന ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ഖുശൂഅോടുകൂടി ആയിരിക്കണം നമ്മൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നാളെ ഇവിടെ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ.